സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് അഡ്വാൻസായ പല ആൾക്കാരും പറയുന്ന കാര്യമാണ് വാച്ചിങ് എന്ന മെഡിറ്റേഷൻ ടെക്നിക്ക്. വാച്ചിങ് അഥവാ നോക്കിക്കൊണ്ടേയിരിക്കുക, നിരീക്ഷിക്കുക, ദർശിക്കുക. എന്തിനെ? സ്വന്തം മനസ്സിനെ വെറുതെ നോക്കിക്കൊണ്ടേയിരിക്കുക. ഇത് വളരെ വളരെ നല്ലൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു. എന്തുകൊണ്ട്? കാരണം ഈ ടെക്നിക്കിലൂടെ നമുക്ക് മനസ്സിൽ നിന്നും അകലം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. നമ്മളും മനസ്സും വേറെ വേറെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല. സാവധാനം നമ്മൾ പോലും അറിയാതെ മനസ്സെന്നൊന്ന് അപ്രത്യക്ഷമാവുന്നു അത്രേ. സാധാരണഗതിയിൽ നമ്മളോട് ആൾക്കാർ മനസ്സിനെ നിരീക്ഷിക്കാൻ പറയാറേയില്ല. ചിന്തകളെ നിരീക്ഷിക്കാൻ പറഞ്ഞാലും മിക്ക ആൾക്കാരും പറയുന്നത് ചിന്തകളെ നിരീക്ഷിക്കുക, എന്നിട്ട് മോശം ചിന്തകളെ ഇല്ലാതാക്കുക എന്നാണ്. ഇതൊരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണ്. മോശം ചിന്തകളെ ഇല്ലാതാക്കുക. നമ്മളിരിക്കുന്നു, നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നു. നല്ലൊരു ചിന്ത വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. മോശം ചിന്ത വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നു. ഉടനെ തന്നെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, നമുക്ക് നമ്മുടെ അയൽക്കാരുടെ ദേഷ്യമാണ്. അത്തരത്തിലൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ഉടൻ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ആ ചിന്തയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ച് ചിന്ത വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്ത വരുന്നു. ഉടൻ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമാണത്, ഇങ്ങനെ ചെയ്യൂ എന്ന്. മോശം ചിന്തകളെ ഇല്ലാതാക്കൂ, ശരിയല്ലാത്ത ചിന്തകളെ ഇല്ലാതാക്കൂ. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, സ്പിരിച്വാലിറ്റിയിൽ ശരിക്കും അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ചിന്തകളെ ഇല്ലാതാക്കാൻ പറയാറില്ല. നല്ല ചിന്തകൾ വളർത്തൂ, മോശം ചിന്തകളെ ഇല്ലാതാക്കൂ, ഇങ്ങനെയൊന്നും അവർ പറയാറില്ല. അവരാകെ പറയുന്നത് നിരീക്ഷിക്കൂ എന്നാണ്. കണ്ടുകൊണ്ടിരിക്കൂ. നല്ല ചിന്ത വന്നാൽ നല്ല ചിന്ത വന്നു, മോശം ചിന്ത വന്നാൽ മോശം ചിന്ത വന്നു, അത്ര തന്നെ. സത്യത്തിൽ ഒരു ചിന്തയും ലേബൽ ചെയ്യരുതെന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു ചിന്തയെ ഒരിക്കലും നല്ലതെന്നും വിളിക്കരുത്, മോശമൊന്നും വിളിക്കരുത്. വെറുതെ നിരീക്ഷിക്കുക. ഇവർ പറയുന്നൊരു നല്ല കഥയുണ്ട്, ഒരു പഴയ കഥ. ഒരു നാട്ടിൽ ഒരാൾ ജീവിച്ചിരുന്നു. ഇയാളുടെ കയ്യിൽ വളരെ മനോഹരമായൊരു വീടുണ്ടായിരുന്നു. പല ആൾക്കാർക്കും ഈ വീടിനോട് വളരെയധികം കൊതിയുണ്ടായിരുന്നു, അസൂയുണ്ടായിരുന്നു. പല ആൾക്കാരും ഇയാളുടെ കയ്യിൽ നിന്ന് ഈ വീട് വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ യഥാർത്ഥ വിലയുടെ ഇരട്ടി വില കൊടുക്കാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇയാൾ ഈ വീട് വിറ്റതേയില്ല. ഒരിക്കൽ എന്തോ ആവശ്യത്തിനായി ഇയാൾ നാട് വിട്ടുപോയി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ തിരിച്ചെത്തി. തിരിച്ചു വരുമ്പോൾ അയാൾ കണ്ട കാഴ്ച അയാളെ ഇല്ലാതാക്കി. അയാൾ തകർന്നു പോയി. അയാളുടെ വീട് കത്തുന്നു. നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ചെയ്യുന്നില്ല. അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. തീ വല്ലാതെ വളർന്നിരിക്കുന്നു. വീടിനെ ഇനി രക്ഷിക്കുക എന്നത് അസാധ്യമാണ്. എന്ത് ചെയ്താലും ഈ തീയെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് നാശമായിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അയാളുടെ വീട് കത്തുന്നത് കണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. ഇയാൾക്ക് 3 മക്കളുണ്ട്, 3 ആൺമക്കൾ. അപ്പോഴാണ് അതിലൊരു മകൻ വരുന്നത്. മകൻ്റെ മുഖത്ത് വിഷമമൊന്നുമില്ല. അച്ഛൻ ചോദിച്ചു, നീ ഈ വീട് കത്തുന്നത് കാണുന്നില്ലേ? നിന്റെ മുഖത്ത് ഒരല്പം പോലും വിഷമമില്ലല്ലോ, ഒരു തുള്ളി കണ്ണുനീർ പോലും വരുന്നില്ലല്ലോ. മകൻ പറഞ്ഞു, വിഷമം വരുന്നില്ല, കാരണം അച്ഛനോട് പറയാതെ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ഈ വീട് വിറ്റു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നിരുന്നു. അയാൾ ഈ വീടിന് 3 ഇരട്ടി വില തരാമെന്ന് പറഞ്ഞു. അച്ഛനോട് ചോദിച്ചില്ല, അത് തെറ്റാണ്. പക്ഷെ ഞാൻ അയാൾക്ക് ആ വീട് വിറ്റു. ഇത് കേട്ടതും ഇയാൾക്ക് വല്ലാത്ത സന്തോഷമായി. ഇയാളുടെ കരച്ചിലൊക്കെ അവസാനിച്ചു. ഒരു നിമിഷം മുൻപ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി കരച്ചിൽ നിർത്തി ചിരിക്കാൻ തുടങ്ങി. അയാൾ മകനെ ഒരുപാട് അഭിനന്ദിച്ചു. എന്നിട്ട് നാട്ടുകാരുടെ കൂടെ നിന്ന് സ്വന്തം വീട് കത്തുന്നത് അയാളും കണ്ടുകൊണ്ടു നിന്നു. അയാളുടെ കരച്ചിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ 2ാമത്തെ മകൻ വന്നു. ഈ മകൻ്റെ മുഖത്ത് വിഷമമുണ്ട്. 2ാമത്തെ മകനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ വിഷമിക്കണ്ട, ഇവൻ ഈ വീട് വിൽക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോഴാണ് 2ാമത്തെ മകൻ പറയുന്നത്,
ശരിയാണ്, വിൽക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾ ഒപ്പിട്ടിട്ടില്ല. ഇടപാട് ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇത് കേട്ടതും വീണ്ടും ഇയാൾ കരയാൻ തുടങ്ങി. കാരണം കത്തി നശിച്ച വീട് ആര് വാങ്ങാനാണ്? അയാൾ ഇനി ഒപ്പിടുമെന്ന് തോന്നില്ല. അയാൾ വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി. കുറച്ചു നേരം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അത് കഴിയുമ്പോഴാണ് മൂന്നാമത്തെ മകൻ വരുന്നത്. ഇയാളുടെ മുഖത്തും ഒരു ചിരിയുണ്ട്, ഒരല്പം സന്തോഷമുണ്ട്. അച്ഛനെ നോക്കിക്കൊണ്ട് മൂന്നാമത്തെ മകൻ പറഞ്ഞു, വിഷമിക്കണ്ട. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ ഈ വീട് വാങ്ങിക്കുമെന്ന്. ഞാനിപ്പോൾ അയാളെ കണ്ടിട്ടാണ് വരുന്നത്. അയാൾ പറയുന്നത് വാക്ക് പറഞ്ഞാൽ വാക്കാണെന്നാണ്. വീട് കത്തുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചില്ല. പക്ഷെ എൻ്റെ വാക്കിന് മാറ്റമില്ല. പറഞ്ഞ വിലയ്ക്ക് തന്നെ ഞാൻ ഈ വീട് വാങ്ങും. അത് നശിച്ചതാണെങ്കിൽ ശരി. ഇത് കേട്ടതും വീണ്ടും ഈ അച്ഛന് സന്തോഷമായി. നാട്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന് ഇയാൾ വീണ്ടും വീട് കത്തുന്നത് നോക്കിക്കൊണ്ടു നിന്നു. നോക്കൂ, ഈ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വീട് കത്തിയതും പൈസ പോയതും വന്നതൊക്കെ വിട്ടേക്കൂ. അതിനും അപ്പുറത്തേക്കൊരു മെസ്സേജ് ഇവിടെയുണ്ട്. എന്താണത്? അയാൾ കരയാനുള്ള കാരണം എന്താണ്? അയാൾ കരയാതിരിക്കാനുള്ള കാരണം എന്താണ്? വളരെ സിമ്പിൾ. ഓണർഷിപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ. ആ വീട് എൻ്റേതാണെന്നുള്ള ചിന്ത, അത് മാത്രമാണ് അയാൾ കരയിപ്പിച്ചത്. ആ വീട് എൻ്റേതല്ല എന്ന ചിന്ത വന്നതും ആ കരച്ചിൽ അപ്രത്യക്ഷമായി. അയാൾ പിന്നെ വെറും ഒരു സാക്ഷിയായി. വീണ്ടും എൻ്റെ വീടാണിത് എന്നൊരു ഓർമ്മ വന്നപ്പോൾ, അല്ലെങ്കിൽ സാഹചര്യം വന്നപ്പോൾ, അയാൾ വീണ്ടും കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആ വീട് അയാളുടേതല്ലാതായപ്പോൾ കരച്ചിൽ അയാളിൽ നിന്നും വീണ്ടും അപ്രത്യക്ഷമായി. ഇതെന്തിനാണ് പറഞ്ഞതെന്നറിയാമോ? പല സ്പിരിച്വൽ മാസ്റ്റേഴ്സും പറയുന്ന കഥയാണത്. അവർ പറയുന്നത് ഇതാണ്: നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇത്ര മാത്രമാണ്. നമ്മൾ നമ്മുടെ മനസ്സുമായി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. ഇതെൻ്റെ മനസ്സാണ്, ഇതിലെ ചിന്തകൾ എൻ്റെ ചിന്തകളാണ്. പ്രശ്നം ഇത്ര മാത്രമാണ്. ഇതില്ലാതാക്കാമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ആ നിമിഷം അപ്രത്യക്ഷമാവും. മനസ്സ് നിങ്ങളുടേതല്ല, അതിലെ ചിന്തകൾ നിങ്ങളുടേതല്ല. ഈ അവസ്ഥയിലേക്ക് എത്താൻ നിരീക്ഷണമാണ് ഏറ്റവും നല്ലത്. വാച്ചിങ് എന്ന മെഡിറ്റേഷൻ ടെക്നിക്ക്. അതുകൊണ്ടാണ് പല സ്പിരിച്വൽ മാസ്റ്റേഴ്സും വാച്ചിങ് അല്ലെങ്കിൽ വിറ്റ്നസ്സിങ് എന്ന മെഡിറ്റേഷൻ ടെക്നിക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിനെ നിരീക്ഷിക്കുക, അതിലിടപെടരുത്. മോശം ചിന്തകൾ വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. കാരണം അപ്പോൾ നിങ്ങൾ വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. എൻ്റെ ചിന്തകൾ എന്ന ചിന്ത വരികയാണ്. ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിലെ ചിന്തകളൊന്നും നമ്മുടേതല്ല എന്ന്. ശ്രദ്ധിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു ചിന്തയെന്ന് പിടിക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് ചിന്തകളിൽ ഏതെങ്കിലും ഒരു ചിന്തയെ പിടിച്ചു നോക്കൂ. എന്നിട്ട് അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. കൂടുതൽ ഉള്ളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചിന്തയുടെ ഉറവിടം, അതിൻ്റെ സോഴ്സ് നിങ്ങളല്ല എന്ന്. അത് മറ്റാരെങ്കിലും ആയിരിക്കും, മറ്റെന്തെങ്കിലും ആയിരിക്കും. അതെന്ത് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ടി വിയിൽ കണ്ടൊരു പരിപാടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചൊരു പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടൊരു സിനിമയായിരിക്കാം. എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ അതിനി എന്തായിരുന്നാലും ശരി, നിങ്ങൾക്ക് തോന്നിയേക്കാം അത് വളരെ പുതിയ ചിന്തയാണെന്ന്, നിങ്ങളുടെ സ്വന്തം ചിന്തയാണെന്ന്, നിങ്ങളുടെ മാത്രം ചിന്തയാണെന്ന്. പക്ഷെ സത്യത്തിൽ അത് നിങ്ങളുടേതല്ല, അത് മറ്റെവിടെ നിന്നോ വന്നതാണ്. പക്ഷെ നിരന്തരം നമ്മൾ നമ്മുടെ ചിന്തകളുമായി ഇടപെട്ട് ജീവിച്ചത് കാരണം നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നതേയില്ല. നമ്മളാണെങ്കിൽ ജീവിതത്തിൽ ഒരല്പനേരം പോലും ചുമ്മാതിരിക്കുന്നവരല്ല. വെറുതെ ഇരുന്നാൽ പോലും നമ്മൾ ചിന്തകളുടെ ലോകത്ത് വളരെ ബിസിയാണ്. വാച്ചിങ് എന്ന മെഡിറ്റേഷൻ ടെക്നിക്കിൻ്റെ ഉദ്ദേശം ഇതാണ്: വെറുതെ നിരീക്ഷിക്കുക. ഒന്നും ചെയ്യാതെ എല്ലാ ചിന്തകളെയും വെറുതെ നിരീക്ഷിക്കുക. നല്ലൊരു സാക്ഷിയാവുക. പറയുന്നത് നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ പതുക്കെ വളരെ സ്പീഡിൽ പറ്റുമെന്നല്ല, വളരെ പതുക്കെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനുമിടയിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു അത്രേ. മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു അത്രേ.